പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് തുടരെ ഓഫ് ചെയ്യുക. ഏത് ജനാധിപത്യമാണിത്? നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ജനാധിപത്യത്തെ എല്ലാം കാട്ടിൽ പറത്ത അമിത്ഷാ, ആഭ്യന്തരമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ, അവരുടെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിൽ വിസ്മയമുണ്ടാക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരാറ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നത്. സംയുക്ത കരാറുകൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. സംയുക്തമായ ഇപ്പം എന്താണ്, എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18% തീരുവ കുറച്ചെങ്കിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി മാറ്റി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വെനിസ്വേലയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, അതിലത്തെ ഓരോ കണ്ടീഷനും ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സറണ്ടർ ചെയ്ത പോലെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റിന് ഇത് അറിയാൻ താല്പര്യമുണ്ടല്ലോ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന, രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണിത്. നമ്മുടെ നാടിൻ്റെ എല്ലാവിധമായിട്ടുള്ള സാങ്ക്ടിറ്റിയെയും തകർക്കുന്ന ഒരു സമീപനമാണിത്. അത് തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം? തീർച്ചയായിട്ടും. അല്ല, ഇത് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യണം. ഇതിപ്പോൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് അപ്രിയകരമായിട്ടുള്ള സത്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഉള്ള എല്ലാ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തി പാർലമെൻ്ററി ഡെമോക്രസിയുടെ കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. ഇന്നലത്തെ തന്നെ അതിന് അനുഭവമാണല്ലോ. എന്താ ഇന്നലെ നടന്നത്? നിങ്ങൾ നോക്ക്, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കോപ്പികളാണിത്. കഴിഞ്ഞ എത്ര പ്രാവശ്യം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചിട്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് എത്ര പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കാരവൻ മാസികയിൽ വന്ന ഒരു ആർട്ടിക്കിൾ നമ്മുടെ ആർമി ചീഫിൻ്റെ ആത്മകഥയിലെ അംശങ്ങൾ എടുത്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അവകാശമില്ല. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയല്ലേ. നന്ദി പ്രമേയം എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രപതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള സർക്കാരാണ് ഈ സർക്കാരെന്ന്. അപ്പോൾ പരമാധികാരവും സെക്യൂരിറ്റിയും ഡിസ്കസ് ചെയ്യേണ്ട ഒരു നന്ദി പ്രമേയ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് തുടരെ ഓഫ് ചെയ്യുക. ഏത് ജനാധിപത്യമാണിത്? നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ജനാധിപത്യത്തെ എല്ലാം കാട്ടിൽ പറത്ത അമിത്ഷാ, ആഭ്യന്തരമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ, അവരുടെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണ്. എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഒരു ന്യായീകരണവുമില്ല. ഇത് പാർലമെൻറ്റിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നെഹ്റുവിനെക്കുറിച്ച് എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എത്ര വേണമെങ്കിലും പറയാം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊന്നും കേട്ടിട്ട് പേടിച്ചോടുന്ന ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ഇന്നലെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും.